പ്രിയപ്പെട്ടവരെ, നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 14 മുതൽ 21 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ താബോർ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ, രൂപാന്തരീകരണത്തിന് ശേഷം ഇറങ്ങി വരുമ്പോൾ അപസ്മാര രോഗിയായ ഒരു ബാലനെ കാണുകയും അവനെ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന രംഗമാണ് ഈ ഭാഗം വിവരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1800ഓളം അടി ഉയരമുള്ള മലയിൽ നിന്നാണ് ഈശോയും യാക്കോബും യോഹന്നാനും പത്രോസും കൂടെ ഇറങ്ങി വരുന്നത്. അവിടെ അവരെ അഭൗമികമായ ഒരു കാഴ്ച കാണുകയാണ് ഈ ശിഷ്യന്മാർ. ഈശോയുടെ കൂടെ ഏലിയായും മോശയും പ്രത്യക്ഷപ്പെടുന്നു. ആ വലിയ കാഴ്ചയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ അവർ ഈശോയോട് ചോദിക്കുന്നുണ്ട്, ഏലിയ വരുമെന്ന് പറയുന്നത് ശരിയാണോ? അപ്പോൾ ഈശോ പറയുന്നു, ഏലിയ വരിക തന്നെ ചെയ്തു. സ്നാപയോഹന്നാനെ കുറിച്ചാണ് അവൻ പറഞ്ഞതെന്ന് അവർക്ക് മനസ്സിലായി എന്ന് ഈ സുവിശേഷ ഭാഗം പറയുന്നു. ഈ സുവിശേഷ ഭാഗം നമുക്ക് ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഇതിൻ്റെ കൂടെ മർക്കോസിൻ്റെയും ലൂക്കായുടെയും വിവരണങ്ങൾ കൂടി നാം വായിക്കണം. അങ്ങനെ വായിക്കുമ്പോഴാണ് ഈ ഭാഗത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഈശോയും ശിഷ്യന്മാരും ഇറങ്ങി വരുമ്പോൾ താഴെ വലിയൊരു ബഹളം നടക്കുകയാണ്. അവിടെ ഈശോയുടെ മറ്റ് ശിഷ്യന്മാർ 9 പേരും നിയമജ്ഞരും തമ്മിൽ തർക്കമാണ്. പിശാച് ബാധിതനായ ബാലനെയുമായി ഒരപ്പൻ വരികയാണ് ശിഷ്യന്മാരുടെ അടുത്ത്, അവനെ സുഖപ്പെടുത്തണം എന്ന് അപേക്ഷിച്ചുകൊണ്ട്. പക്ഷെ അവർക്ക് സാധിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ നിയമജ്ഞർ ഈശോയുടെ ശിഷ്യന്മാരെ പരിഹസിക്കുന്നു, അതിനോടൊപ്പം ഈശോയെയും പരിഹസിക്കുന്നു. ഈ കാര്യമാണ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഈശോ അറിയുന്നത്. അത് പറയുന്നത് ഈ പിശാച് ബാധിതനായ ബാലൻ്റെ അപ്പൻ തന്നെയാണ്. അപ്പോൾ ഈശോ രോഷാകുലനാകുകയാണ്. ഈശോ യഥാർത്ഥത്തിൽ രോഷാകുലനാകുന്നത് ഈ നിയമജ്ഞർക്കെതിരെയാണ്. വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എന്ന് പറഞ്ഞാണ് ഈശോ രോഷാകുലനാകുന്നത്. നമ്മൾ ഈ ഭാഗം ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സീനാമലയിൽ നിന്ന് മോശ ഇറങ്ങി വരുമ്പോൾ ഇതുപോലൊരു സംഭവം നടക്കുന്നുണ്ട്. അവിടെ മോശ കാണുന്നത് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ ഒരു തലമുറയാണ്. ജനക്കൂട്ടം വഴിപിഴച്ച് വിഗ്രഹത്തെ ആരാധിക്കുന്നത് മോശ കാണുകയും മോശ കോപാകുലനായി ആ വിഗ്രഹത്തെ തകർക്കുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈ പദങ്ങളെല്ലാം ഒരുപോലെ ഉള്ളത് തന്നെയാണ് താനും. ലിറ്റർജിയിൽ, വിശുദ്ധ കുർബാനയിൽ പ്രതീകാത്മകമായി നാം ഇത് അനുസ്മരിക്കുന്നുണ്ട്. സീനാമലയുടെ മുകളിൽ നിന്ന് കൽപ്പലകളുമായിട്ട് ഇറങ്ങി വരുന്ന മോശയെ അനുസ്മരിച്ചുകൊണ്ട് മുഖം മറച്ച് സുവിശേഷ ഗ്രന്ഥവും എടുത്ത് പുരോഹിതൻ താഴേക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ പുരോഹിതൻ ഈശോയെയും, രണ്ടാം മോശയായ ഈശോയെയും സൂചിപ്പിക്കുന്നു. ചിലപ്പോൾ തമാശ രൂപത്തിലാണെങ്കിൽ തന്നെ ഒരമ്മച്ചി പണ്ട് പറയുന്നത് ഞാൻ കേട്ടു. ആ അമ്മച്ചി ഇങ്ങനെ പറയാണ്, ശരിക്കും വികാരിയച്ഛൻ്റെ ഒരു വരവുണ്ട്. ആ കാപ്പയൊക്കെ പറപ്പിച്ചുകൊണ്ട് ഇങ്ങ് വരുമ്പോൾ സീനാമലയിൽ നിന്ന് മോശ തന്നെ ഇറങ്ങി വരികയാണെന്നങ്ങ് തോന്നിപ്പോവും. അപ്പോൾ ആ തരത്തിൽ ഇതിൻ്റെ പ്രതീകാത്മകമായ ചിത്രീകരണങ്ങളൊക്കെ നമ്മൾ ലിറ്റർജിയിലും കാണുന്നു. പല ലിറ്റർജിക്കൽ ആരാധനാക്രമ ദൈവശാസ്ത്രജ്ഞന്മാർ അതിന് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട് താനും. ഈശോ താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മകനെ വിളിക്കാൻ പറയുകയാണ്. അങ്ങനെ പിശാച് ബാധിതനായ മകനെ മുമ്പിൽ കൊണ്ടുവരുന്ന സമയത്ത് ഈശോ ഒരു ഡോക്ടർ ചോദിക്കുന്നത് പോലെ ചോദിക്കുകയാണ്, എത്ര കാലമായി ഇങ്ങനെ സംഭവിച്ചിട്ട്? ഇത് നമ്മൾ മനസ്സിലാക്കുന്ന മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തോടൊപ്പം മറ്റ് സുവിശേഷ ഭാഗങ്ങളും വായിക്കുമ്പോഴാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്ന അപ്പൻ. നോക്കുക പ്രിയപ്പെട്ടവരെ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ വൈദികനാണ് ഈശോ. ദ ഗ്രേറ്റസ്റ്റ് ഫിസിഷ്യൻ ദ വേൾഡ് ഹാസ് എവർ സീൻ. കാരണം ഈശോ ബന്ധിതർക്ക് മോചനം നൽകുന്നു, അന്ധർക്ക് കാഴ്ച കൊടുക്കുന്നു, മൂകർക്ക് സംസാരശേഷി നൽകുന്നു, ബധിരർക്ക് കേൾവിശക്തി നൽകുന്നു, തളർവാദ രോഗികളെ സുഖപ്പെടുത്തുന്നു, മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ ആതുരാലയങ്ങളോട് ചേർന്നും മരുന്നുകളോടൊക്കെ ചേർന്നും ഈ കുരിശിൻ്റെ അടയാളം നമ്മൾ കാണുന്നത്. ഈശോ ലോകം കണ്ട ഏറ്റവും വലിയ ഫിസിഷ്യനാണ്. ഈശോ അതിനുശേഷം ഈ ബാലനെ സുഖപ്പെടുത്തുകയാണ്. സുഖപ്പെടുത്തിയതിന് ശേഷം അവർ വീട്ടിലായിരിക്കുമ്പോൾ എന്നാണ് ലൂക്കാ സുവിശേഷകൻ പറയുന്നത്, ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് സുഖപ്പെടുത്താൻ കഴിയാതെ പോയത്?
അപ്പോൾ ഈശോ പറയുന്നു, കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നു. ഈ മലയോട് ഇവിടെ നിന്ന് മാറിപ്പോയി കടലിൽ പതിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു. മല എന്ന് പറയുന്നത് താബോർ മല തന്നെയാണ്. തൊട്ടടുത്ത് ഗലീലി തടാകമുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടുത്തെ സൂചിതമായ വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കടുകുമണിയോളം വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ദൈവശാസ്ത്രന്മാർ പറയുന്നു അത് പൂർണ്ണ വിശ്വാസമാണ്. കാരണം കടുകുമണിക്ക് കാമ്പല്ലാതെ പുറകെ ചെറിയൊരു തൊലി മാത്രമുള്ളത് കൊണ്ട് അത് പൂർണ്ണമായ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയും. പക്ഷെ അതിൽ ഉപരിയായിട്ട് ഈശോ ഇവിടെ ഹൈപ്പബോൾ ആണ് ഉപയോഗിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കടുകുമണി എന്ന് പറയുന്നത് യഹൂദ ജീവിതത്തിന്റെ സാധാരണ ശൈലികളിൽ അല്ലെങ്കിൽ സാധാരണ യഹൂദ ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചെടിയാണ്. അത് ഒരു വർഷമൊക്കെയാണ് നിന്നിരുന്നത്. അതിന് ഒരുപക്ഷെ 8 അടി 10 അടിയൊക്കെ പൊക്കമുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ചെടിയാണ് കടുകുമണി. അപ്പോൾ ഈശോ അതിനേക്കാൾ ഉപരി ഹൈപ്പബോളിക് ശൈലി എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. അത് ഒരു കാര്യം അവതരിപ്പിക്കുന്നതിൻ്റെ തീവ്രതയെക്കുറിച്ച് പറയാൻ വേണ്ടി അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ ശൈലിയാണ്. ഉദാഹരണത്തിന് ഒരു ഭർത്താവ് ഭാര്യയോട് കയർക്കുകയാണ്, ഇതിൻ്റെ അകത്ത് അല്പം ഒരു തരി പഞ്ചസാര നീട്ടിയിരുന്നെങ്കിൽ, കൊണ്ടുവന്ന് വെച്ച ചായക്ക് പഞ്ചസാര ഇല്ല, കുറവാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരി പഞ്ചസാര ഇട്ടിരുന്നെങ്കിൽ, 1.5 സ്പൂൺ പഞ്ചസാര ഇട്ട ചായയാണ്, പക്ഷേ അതിന് കുറവാണെന്ന് അറിയിക്കാൻ വേണ്ടി ഈ തരത്തിലുള്ള ശൈലി, അങ്ങനെ ഒരു ശൈലിയാണ് ഈശോ ഇവിടെ ഉപയോഗിച്ചത് എന്ന് വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ലൂക്കാ സുവിശേഷകൻ ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഇതാണ്, ഈ വിശ്വാസം പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഈ വർഗം ഒഴിഞ്ഞു പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള പിശാചബാധിതകളും ഏത് തരത്തിലുള്ള ദുർബാധകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏത് തരത്തിലുള്ള മ്ലാനതകളും അതെല്ലാം മാറണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയും ഉപവാസവും വേണം എന്ന് വ്യക്തമാണ്. നമ്മൾ ഇതിൻ്റെ പ്രായോഗികതയിലേക്ക് കൂടുതലായിട്ട് വന്നാൽ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നു, എപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ചുറ്റുമുള്ളവരുടെ സങ്കടങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ അത് നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ്, ഈശോ മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ജനക്കൂട്ടത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായിരിക്കുന്നു ഈ തലമുറ എന്ന് ഈശോ മനസ്സിലാക്കുന്നത്. എന്നതുപോലെ തന്നെ നമ്മുടെ ആളുകളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അതൊരു കുടുംബത്തിലാകട്ടെ സമൂഹത്തിലാകട്ടെ എവിടെയാണെങ്കിലും ഭരണകർത്താക്കളും അങ്ങനെ തന്നെ. പഴയ കാലങ്ങളിലൊക്കെ വേഷപ്രച്ഛന്നരായി ഈ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി രാജാക്കന്മാർ പോയിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ മനസ്സിലാകില്ല. അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിക്കണം, അവർ പറയുന്ന കേൾക്കണം. അല്ലാതെ നമ്മുടേതായ കാര്യങ്ങളിൽ മാത്രം മുഴുകി മൊബൈലിലും ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അവരുടെ ക്ലാസ്സുകളിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ അപ്പനോടും അമ്മയോടൊക്കെ ഒത്തിരി സംസാരിക്കാനുണ്ട്. അവരുടെ ക്ലാസ്സുകളിൽ നടന്ന സംഭവങ്ങൾ, അവർ ചെയ്ത കാര്യങ്ങൾ, ഈ വീരകൃത്യങ്ങളൊക്കെ. പക്ഷേ അതിനൊന്നും സമയമില്ലാതെ മൊബൈൽ ഫോണിലേക്ക് മാത്രം മുഴുകിയിരിക്കുന്ന മാതാപിതാക്കൾ ഇന്നത്തെ കാലത്തിൻ്റെ ഒരു കാഴ്ചയാണ്. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇവരിലേക്കൊക്കെ നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടിയിരിക്കുന്നു. ഒരു അധ്യാപകൻ ഒരു ക്ലാസ്സിൽ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി എപ്പോഴും മ്ലാനവദനയായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ക്ലാസ് എടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഒരു ദിവസം ഈ അധ്യാപകന് തോന്നി അങ്ങനെ പോയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പോൾ ആ കുട്ടിയെ അടുത്ത് വിളിച്ച് ചോദിക്കുന്നു. ആദ്യമൊന്നും അവൾ ഒന്നും പറയുന്നില്ല. പിന്നീടാണ് മനസ്സിലാക്കുന്നത് അവളുടെ അപ്പനും അമ്മയും വേർപിരിഞ്ഞാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ കുഞ്ഞിന് ഡിപ്രഷൻ ഉണ്ടാവുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രശ്നം മനസ്സിലാക്കിയതിന് ശേഷം കൗൺസിലിങ്ങും മറ്റെല്ലാം കൂടി ആ പ്രശ്നത്തിന് സൊല്യൂഷൻ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈശോ കാണിക്കുന്ന ഈ കാര്യം പ്രാർത്ഥനയിൽ നിന്ന് പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന രീതി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. രണ്ടാമത്, ഈ അപ്പനെ നമുക്ക് ധ്യാന വിഷയമായിട്ട് എടുത്താൽ നോക്കുക, അപ്പൻ എത്രമാത്രം ശ്രദ്ധാലുവാണ് തൻ്റെ മകൻ്റെ കാര്യത്തിൽ എന്നുള്ളത്. അപ്പോൾ അപ്പൻ ആകുലചിത്തനാണ്. ഒരു സ്ഥലത്ത് ചെന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് കാണുമ്പോൾ അതിനേക്കാൾ ഉപരിയായ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഈ അപ്പൻ തയ്യാറാവുകയാണ്. അപ്പോൾ ആ തരത്തിൽ നമ്മൾ നമ്മുടെ കുട്ടികളെക്കുറിച്ച് താല്പര്യമുള്ളവരായിരിക്കണം. പിന്നീട് ഈ ഭാഗം സൂചിപ്പിക്കുന്നത് ഈ യുവതലമുറയെക്കുറിച്ച്. ഒരു ചെറുപ്പക്കാരനാണ്
അപസ്മാരം പിടിപെട്ട് നിൽക്കുന്നത്. നമ്മുടെ യുവതലമുറ പലപ്പോഴും അപസ്മാരത്തിൻ്റെ പിടിയിലാകുന്നു എന്നുള്ളതാണ്. ഈ അപസ്മാരം പലതരത്തിലുണ്ടാകുന്നുണ്ട്. ഇവിടെ ലൂക്കാസ് സുവിശേഷം, മർക്കോസ് സുവിശേഷങ്ങളൊക്കെ പറയുന്നത് അന്ധനും ബധിരനുമായ ഒരു മൂകനും ബധിരനുമായ ഒരു പിശാച് ബാധിതൻ എന്നാണ് പറയുന്നത്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു വൈദികൻ സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരു 7ാം ക്ലാസ്സുകാരനായ കുട്ടി ചെവി അടച്ച് ഇരിക്കുകയാണ്. അത് കേൾക്കാനായിട്ട് പറ്റാത്ത രീതിയിൽ ഏതോ ഒരു ബാധ ആ കുട്ടിയെ ബാധിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ഓർക്കുക, നമ്മുടെ കേരളത്തിൽ പറയുന്നത് 30 വയസ്സിന് താഴെയുള്ള ഏതാണ്ട് 25% യുവജനങ്ങൾ ഡിപ്രഷൻ അനുഭവിക്കുന്നവരാണെന്ന് പറയുന്നു. കേരളത്തിൻ്റെ ആത്മഹത്യാ നിരക്കിൽ അത് വർധമാനമായിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ 25-26 വയസ്സാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ പ്രായമെങ്കിൽ അത് 17 വയസ്സായി താന്നിരിക്കുന്നു എന്ന് പറയുന്നു. അത്തരത്തിൽ ഒരുപാട് പൈശാചികതകളെ ആഘോഷിക്കാനായിട്ട് വെമ്പൽ കൊള്ളുന്ന യുവജനങ്ങളെ നമ്മൾ കാണുന്നു. പൈശാചികമായ ടാറ്റൂകളൊക്കെ ദേഹത്ത് അടിച്ച് ഹെൽമെറ്റുകളിൽ പിശാചിൻ്റെ ചിത്രം പതിപ്പിച്ച് തലയോട്ടികൾ പതിപ്പിച്ചൊക്കെ പോകുന്ന യുവജനങ്ങളുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രാർത്ഥനയാണ് ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ മോചിപ്പിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ്. പ്രാർത്ഥനയുടെ സങ്കേതത്തിൽ നിന്ന്, മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഈശോ ഈ പിശാച് ബാധിതനെ സുഖപ്പെടുത്തുന്നത്. ഒരുപാട് കാലമായിട്ട് മദ്യപാനത്തിന് അടിമയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനതിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു ധ്യാനഗുരുവിൻ്റെ അടുത്ത് വന്നപ്പോൾ ധ്യാനഗുരു മനസ്സിലാക്കുകയാണ്, വൈകുന്നേരം സമയത്താണ് കൂട്ടുകാരുമായിട്ട് മദ്യപാനത്തിന് പോകുന്നത്. 5:15 സമയത്ത് കുർബാനയുണ്ട്. അപ്പോൾ 1 മാസം അടുപ്പിച്ച് നീ കുർബാനയിൽ പങ്കുചേരുക എന്നവനോട് പറയുകയാണ്. അവനൊരു ആദ്യമൊക്കെ അവന് പറ്റിയില്ലെങ്കിലും പിന്നീട് അവൻ ദൃഢനിശ്ചയത്തോടു കൂടി അങ്ങനെ പോവുകയാണ്. അവസാനം അവന് ഈ 1 മാസം അവൻ വിജയകരമായിട്ട് പൂർത്തീകരിച്ചു. അപ്പോൾ പ്രാർത്ഥനയിൽ നിന്നുകൊണ്ട് മാത്രമേ, വിശ്വാസത്തിൽ നിന്നുകൊണ്ട് മാത്രമേ ചില ബന്ധനങ്ങളിൽ നിന്നും ചില തരത്തിലുള്ള പൈശാചിക അരൂപികളിൽ നിന്ന് നമുക്ക് മോചനം കിട്ടൂ എന്ന് ഈ സുവിശേഷ ഭാഗം നമ്മളോട് പറയുന്നുണ്ട്. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.